ഞാനിങ്ങനെ യുഎനിലേക്ക് കടന്നു എന്നുള്ള ചോദ്യമല്ലേ, തീർത്തും യാഥാർത്ഥികമായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ലേബർ കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ 5.5 കൊല്ലത്തോളം അവർ ജോലി ചെയ്തപ്പോൾ ആണ് ILOയിൽ നിന്ന് ഒരു 2 വർഷത്തെ വേക്കൻസി ഉള്ളതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെന്റ് വരുന്നത്. അത് സർക്കാർ വഹിക്കാണ് വന്നത്. അന്ന് എന്റെ ലേബർ സെക്രട്ടറി ആയിരുന്നത് ഒരു CP നായർ എന്ന് പറഞ്ഞൊരു സീനിയർ IAS കാരനായിരുന്നു. അദ്ദേഹം വിളിപ്പിച്ചു ഇത് കണ്ടപ്പോ. എന്നിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ജോസഫിന് ഏറ്റവും പറ്റിയ പോസ്റ്റാണ്. ഞാൻ പറഞ്ഞു, ഈ ILOയിലൊക്കെ ഒരുപാട് പേര് അതിനകത്ത് എന്നെക്കാളൊക്കെ മിടുക്കന്മാരും പ്രഗത്ഭരും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എന്നെ കൊണ്ട് നിർബന്ധിച്ചു, അല്ല 5.5 കൊല്ലം ഒരു സംസ്ഥാനത്തിന്റെ ലേബർ, അതും കേരളം പോലെ ഒരു ലേബർ സംസ്ഥാനത്തിന്റെ ലേബർ കമ്മീഷൻ ആകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം ഇവിടെ അന്ന് ട്രേഡ് യൂണിയനുകളുടെ അതിപ്രഹസനമായിരുന്നു. CITU, IUTUC ഒക്കെ ഏറ്റവും അധികാരത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് നയനാരാണ് മുഖ്യമന്ത്രി. നയനാർക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും യാതൊരു അധികാരമില്ല. ഭരണം നടത്തുന്നത് CITU ആയിരുന്നു. ആ ഒരു സംവിധാനത്തിൽ 5.5 കൊല്ലം ജോസഫ് ലേബർ കമ്മീഷൻ ആയിരുന്നല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്ത് നോക്കൂ, കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച് എന്നെ കൊണ്ട് അതിന്റെ അപേക്ഷ പൂരിപ്പിച്ച് നിർബന്ധിച്ച് അയപ്പിച്ചു. അതിനുശേഷം 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉപരിപഠനത്തിനായിട്ട് MSc HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റില് MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഓഫ് വിക്ടോറിയ മാഞ്ചസ്റ്ററിൽ ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ ഈ അപേക്ഷ അയച്ചതൊക്കെ മറന്നു. മാഞ്ചസ്റ്ററിലേക്ക് പോയി. ഒരു MSc ഫിസിക്സ് ബിരുദം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് MSc ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ ഉള്ള ഈ അഡ്മിഷൻ കിട്ടിയത്. അവിടെ പഠിക്കുന്ന വേളയിലാണ് ഞങ്ങളുടെ ആ ഒരു ബാച്ചിന് ഒരു സെക്രട്ടറി ഉണ്ട്, പേര് ഇപ്പോഴും ഓർക്കുന്നു, ക്രിസ്റ്റീന എന്നാ പേര്. ഒരു വൈകിട്ട് തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ജനീവയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ജനീവയിൽ നിന്ന് തന്നെ ആരാ വിളിക്കുന്നത്? എനിക്ക് അവിടെ ബന്ധുക്കളും സ്വന്തക്കാരും ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ജനീവയിൽ നിന്നു? അതെ. അവർ തന്നെ വിശദീകരിച്ചു, UN ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ നിന്നാണ് ഫോൺ കോള്. അപ്പൊ അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലം. അപ്പൊ ഈ ക്രിസ്റ്റീന തന്നെ അവരോട് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ വിളിക്കൂ, ഞാൻ MP ജോസഫിനെ ആ സമയത്ത് ഓഫീസിലേക്ക് വരാൻ പറയാം, ആ കോൾ എടുക്കാമെന്ന്. അതുകൊണ്ട് പിറ്റേ ദിവസം 11 മണിക്ക് അവിടെ ചെന്നപ്പോഴാണ് ജനീവയിൽ നിന്ന് ILOയുടെ തലസ്ഥാനം ഇന്റർനാഷണൽ ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. സ്വിറ്റ്സർലൻഡിന്റെ ഏറ്റവും ഭംഗിയായ ഒരു പ്രദേശമാണ് ജനീവ. അവിടെ നിന്നുള്ള ഫോൺ കോള്. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, എന്നെ ഈ ജോലിക്ക് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത മാസം ഒരു ദിവസം പറഞ്ഞു 3 ദിവസം ജനീവയിലേക്ക് വരണം, ഇന്റർവ്യൂ മറ്റൊക്കെ ഉണ്ടാകും, അവിടേക്ക് വരണം. അപ്പൊ ഇന്റർവ്യൂലൊക്കെ 3-4 ദിവസം എന്തിനാന്നുള്ളൊരു ആശങ്ക എന്റെ മനസ്സിലുണ്ടായിരുന്നു. അവർ ടിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. അവിടുത്തെ താമസത്തിനുള്ള നമ്മുടെ DSA എന്ന് പറഞ്ഞ വലിയൊരു വകയാണ്. ജനീവ വളരെ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടിയ ഒരു പട്ടണമാണ്. അപ്പൊ $350 മറ്റൊരു ദിവസം DSA DA ആയിട്ട് തരും. അങ്ങനെ 3-4 ദിവസം താമസിക്കുമ്പോൾ അതിന് നല്ല തുക കിട്ടും. അപ്പൊ അതിന് വരാൻ പറഞ്ഞു, ടിക്കറ്റ് അയച്ചു തരുന്നു, DSA പറയുന്നു. ഞാൻ തീർച്ചയായിട്ടും പോയി. അവിടെ ചെന്ന് 3 ദിവസം ആണ് അവിടെ ചെലവ് കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്റർവ്യൂ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ആരും എന്നെ ഇതേപോലെ ഇരുത്തി നിങ്ങളെ എവിടെന്നാ വരുന്നത്, എന്താ വരുന്നത്, 1 മണിക്കൂർ 1 മണിക്കൂർ ഇന്റർവ്യൂ ഒന്നും ഇല്ല. 3 ദിവസം അവരുടെ കൂടെ ഞാൻ ചെലവ് കഴിക്കുകയാണ്. എന്നോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു, കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു, ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ജോലി ചില ഭാഗങ്ങൾ പുതിയതായിട്ട് ചേരുന്ന ഒരു ഉദ്യോഗസ്ഥന് നൽകുന്നത് പോലെ നൽകലാണ് ചെയ്തത്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ മറ്റേ 4-5 പേരില്ലേ, വേറെ ആരും കാണുന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം അവസാനം പിറ്റേ ദിവസം പോകാണ്. ഉച്ചയ്ക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് എന്റെ പിന്നീട് ബോസാകുന്ന അദ്ദേഹം പറഞ്ഞത്, ഞങ്ങള് ജോസഫിനെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ 3 ദിവസം നിങ്ങളെ വിളിച്ചത് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ MP ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞങ്ങൾക്ക് ആരും കണ്ടിട്ടില്ല, അറിഞ്ഞുകൂടാ. നമ്മുടെ CV യിലൊക്കെ ഭംഗിയായിട്ട് എഴുതും, പക്ഷെ ആളെ കാണുമ്പോൾ ചിലപ്പോ
എന്താ പറയുക മയക്കുമരുന്നും മറ്റതൊക്കെ വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ILOയിലും ഐക്യരാഷ്ട്രസഭയിലും അതൊന്നും സാധിക്കില്ല. എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാണ് 3 ദിവസം ഇവിടെ വരാൻ പറഞ്ഞത്. നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ രീതിയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു യുവന് പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് 1 വർഷത്തെ കോൺട്രാക്ട് എന്റെ മുമ്പിൽ വെച്ച് താല്പര്യമാണെങ്കിൽ ഇത് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ട് തരാം, പക്ഷെ എന്റെ MSc 3 മാസം 4 മാസം കൂടി എടുക്കും പൂർത്തിയാകാൻ, പരീക്ഷ എഴുതിയിട്ട് എനിക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. ജോയിൻ ചെയ്യുന്ന ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു 4 മാസത്തിന് ശേഷം. അങ്ങനെ അത് ഒപ്പിട്ട് ആണ് ഞാൻ UN-ലേക്ക് ചെന്ന് ചേർന്നത്. തീർത്തും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാൽവെപ്പായിരുന്നു. പിന്നീട് മടങ്ങി മാഞ്ചസ്റ്ററിൽ വന്ന് ആ MSc പൂർത്തിയാക്കിയതിനു ശേഷമാണ് കേരളത്തിൽ വന്ന, അപ്പോഴേക്കും കേരള ഗവൺമെന്റിന്റെ അനുമതിയൊക്കെ കിട്ടിയിരുന്നു. കേരളത്തിൽ വന്ന ഞാൻ ഇവിടുത്തെ ജോലിയിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ 2 വർഷത്തേക്കുള്ള സർക്കാർ ഉത്തരവ് ലഭിച്ച് ഞാൻ പോയി ജോയിൻ ചെയ്തത്. ആ 2 വർഷം പിന്നീട് 20 വർഷമായി മാറി എന്നുള്ളത് വേറൊരു കഥ.